എച്ച് ഫോർ ഹെൽത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രായമാകുന്നതനുസരിച്ച് ആരോഗ്യം ശ്രദ്ധിക്കുന്നത് പോലെ വളരെ പ്രധാനമാണ് ചർമ്മ സംരക്ഷണവും. പ്രത്യേകിച്ച് 30 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും തീർച്ചയായും ശരിയായ ഒരു ചർമ്മ സംരക്ഷണ രീതിയൊക്കെ പിന്തുടരേണ്ടത് വളരെ പ്രധാനമാണ്. സ്ത്രീകളും പുരുഷന്മാരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ചർമ്മത്തിൽ ചുളിവുകളും വരകളും വീഴാനും ചർമ്മത്തിൻ്റെ മൊത്തത്തിലുള്ള ഭംഗി ഇല്ലാതാക്കാനുമൊക്കെ ഇത് കാരണമായേക്കും. പ്രായമാകുന്നതനുസരിച്ച് ചർമ്മത്തിലെ കൊളാജൻ നഷ്ടപ്പെടുകയും ഇത് പിന്നീട് ചർമ്മത്തിൻ്റെ യുവത്വം ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്യുന്നു. ആൻറ്റി ഓക്സിഡൻറ്റ് സിറം 30 കഴിയുമ്പോൾ തീർച്ചയായും ഉപയോഗിക്കേണ്ടതാണ് വൈറ്റമിൻ സി സിറം. പ്രത്യേകിച്ച് രാവിലെ സമയങ്ങളിൽ വൈറ്റമിൻ സി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും അതുപോലെ അന്തരീക്ഷ മലിനീകരണം മൂലം ചർമ്മത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെ വേഗത്തിൽ ഇല്ലാതാക്കാൻ വൈറ്റമിൻ സി സിറം സഹായിക്കും. ചർമ്മത്തിന് തിളക്കം നൽകാനും നിറവ്യത്യാസം മാറാനുമൊക്കെ കറുത്ത പാടുകൾ കുറയ്ക്കാനുമൊക്കെ വളരെ നല്ലതാണ് ഈ സിറം. രാവിലെ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് സൺസ്ക്രീനിൻ്റെ ഗുണം ഇരട്ടിയാക്കാൻ വളരെ നല്ലതാണ്. സൺസ്ക്രീൻ എല്ലാ പ്രായക്കാരും തീർച്ചയായും ഉപയോഗിക്കേണ്ട ഒന്നാണ് സൺസ്ക്രീൻ. 30 കഴിയുമ്പോൾ ചർമ്മത്തിൽ സൂര്യപ്രകാശം മൂലമുണ്ടാകുന്ന കേടുപാടുകളെ ഇല്ലാതാക്കാൻ ഇത് വളരെ പ്രധാനമാണ്. SPF 30 അതിൽ കൂടുതലോ ഉള്ള സൺസ്ക്രീനുകൾ UVB രശ്മികളിൽ നിന്ന് ചർമ്മത്തിനുണ്ടാകുന്ന കേടുപാടുകൾ ഇല്ലാതാക്കാൻ ഏറെ സഹായിക്കാറുണ്ട്. ചർമ്മത്തിൻ്റെ തരത്തിന് അനുയോജ്യമായ ഒരു സൺസ്ക്രീൻ കണ്ടെത്തുന്നത് എല്ലാ ദിവസവും അത് ഉപയോഗിക്കുന്നത് എളുപ്പമാക്കും. സിങ്ക് ഓക്സിഡൻറ്റ് അല്ലെങ്കിൽ ടൈറ്റാനിയം ഡയോക്സൈഡ് അടങ്ങിയ മിനറൽ സൺസ്ക്രീനുകൾ സാധാരണയായി സെൻസിറ്റീവ് ചർമ്മത്തിന് അനുയോജ്യമാണ്. അതേസമയം കെമിക്കൽ സൺസ്ക്രീനുകൾ എണ്ണമയമുള്ള ചർമ്മത്തിന് വളരെ നല്ലതാണ്. റെറ്റിനോൾ വൈറ്റമിൻ A അടങ്ങിയിട്ടുള്ള റെറ്റിനോൾ നിറം പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങളെ തടയാൻ വളരെ മികച്ചതാണ്. ചർമ്മത്തെ മൃദുവാക്കി എല്ലായിടത്തും ഒരേ നിറം നൽകാനും ഇത് സഹായിക്കും. കൊളാജൻ വർദ്ധിപ്പിച്ച് ചർമ്മത്തിലെ വരകളും പാടുകളും മാറ്റാൻ സഹായിക്കും. ആദ്യമായി റെറ്റിനോൾ ഉപയോഗിക്കുന്നവർ 0.25% മാത്രം റെറ്റിനോൾ ഉള്ള സിറം പരീക്ഷിച്ച് ചർമ്മത്തിന് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുക. എളുപ്പത്തിൽ ഡ്രൈ ആകാൻ റെറ്റിനോൾ കാരണമാകും. അതുകൊണ്ട് ഇതിനൊപ്പം മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ മറക്കരുത്. വീര്യം കൂടിയ മറ്റു ഉൽപ്പന്നങ്ങൾക്കൊപ്പം ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. എക്സ്ഫോളിയേറ്റ് ചെയ്യുക. ആഴ്ചയിൽ ഒരിക്കൽ ചർമ്മം എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ചർമ്മത്തിലെ മൃദുകോശങ്ങളെ പുറന്തള്ളാനും കൂടുതൽ നിറം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. ആൽഫ ഹൈഡ്രോക്സി ആസിഡ്, ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് എന്നിവയൊക്കെ സ്ക്രബ് ചെയ്യാതെ തന്നെ ചർമ്മത്തിലെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നവയാണ്. ഗ്ലൈക്കോളിക് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് പോലെയുള്ള AHകൾ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ നല്ലതാണ്. സാധാരണ മുതൽ വരണ്ട ചർമ്മത്തിന് അനുയോജ്യമാണ്. അതേസമയം സാലിസിലിക് ആസിഡ് പോലെയുള്ള BHകൾ സുഷിരങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങുകയും എണ്ണമയമുള്ളതോ മുഖക്കുരു സാധ്യതയുള്ളതോ ആയ ചർമ്മത്തിന് നല്ലതാണ്. ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ: ചർമ്മത്തിൽ ജലാംശം നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ്. വെള്ളം നന്നായി കുടിക്കുക, നല്ല മോയ്സ്ചറൈസർ ഉപയോഗിക്കുക, ഹൈലൂറോണിക് ആസിഡുകൾ, ബൂസ്റ്ററുകൾ പോലുള്ള ഡെർമറ്റോളജിസ്റ്റിൻ്റെ നിർദ്ദേശത്തോടെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ആരോഗ്യപരമായ ജീവിതശൈലി ശരിയായും ആരോഗ്യകരമായതായ ജീവിതശൈലി പിന്തുടരേണ്ടത് വളരെ പ്രധാനമാണ്. 30കളിൽ ജീവിതശൈലി ഘടകങ്ങൾ ചർമ്മത്തിൽ ദൃശ്യമായ മാറ്റങ്ങൾ കാണിക്കാറുണ്ട്. ജലാംശം നിലനിർത്തുക, സമീകൃതാഹാരം കഴിക്കുക, മദ്യപാനവും പുകവലിയും ഒഴിവാക്കുക എന്നിവയൊക്കെ യുവത്വം നിലനിർത്തുന്നതിന് വളരെയധികം സഹായിക്കും. അഡ്വാൻസ്ഡ് സ്കിൻ കെയർ ഓപ്ഷനുകൾ, ഫേഷ്യൽ അല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റുകൾ പോലെയുള്ള ക്ലിനിക്കൽ ചികിത്സകൾ എടുക്കാം. കൊളാജൻ ഉൽപ്പന്നം പ്രോത്സാഹിപ്പിക്കാനും ചർമ്മത്തിലെ മറ്റ് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും ഇത് നല്ലതാണ്. ഈ ചികിത്സകൾക്ക് ഉൽപ്പന്നങ്ങളെക്കാൾ കൂടുതൽ ടാർഗറ്റ് ചെയ്ത ഫലങ്ങൾ നൽകാൻ കഴിയും. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.